ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് Mall91 എന്ന ആപ്പിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ലോക്ക്ഡൗണിൽപ്പെട്ട് വീടുകളിൽ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് Mall91. അപ്പോൾ നമ്മളിത് കാണുന്നത് Mall91 പ്ലേ സ്റ്റോറിലെ പ്രൊഫൈലാണ്. അപ്പോൾ റോവർ ഇന്നോവേഷൻസ് എന്ന കമ്പനി ഉണ്ടാക്കിയ ഈ ആപ്പ് അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇതാണ് അവരുടെ ഡെവലപ്പർ കോൺടാക്ട്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇവരോട് കൊടുത്തിട്ടുണ്ട് അവർ മിഷൻസ് ടു ഇംപ്രൂവ് ലൈഫ്സ് ഓഫ് നെക്സ്റ്റ് ബില്യൺ ഇന്ത്യൻസ്. അപ്പം ഇതാണ് അവരുടെ ലക്ഷ്യം തന്നെ, മിഷൻ എന്നവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, ഡു യു വിഷ് ടു ഏൺ മണി ഓൺലൈൻ ബൈ വർക്കിംഗ് ഫ്രം ഹോം, ഓഫീസ്, കോളേജ്, ഷോപ്പ്, ജസ്റ്റ് ബൈ റെഫറിങ് ഫ്രണ്ട്സ്, ഫാമിലീസ് ആൻഡ് പ്ലേയിങ് അഡിക്റ്റീവ് ഗെയിംസ്. അപ്പം അവർ പറയുന്നുണ്ട്, റെഫർ ചെയ്യുന്നതോടുകൂടി ഇവർക്ക് വീട്ടിലിരുന്നും ഓഫീസിലും കോളേജിലും കടകളിലും ഒക്കെ ഇരുന്ന് നമുക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന്. യൂസ് യുവർ വാലറ്റ് ഏർണിംഗ് ടു ബൈ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് അമേസിംഗ് പ്രൊഡക്ട്സ് ത്രൂ ലൈവ് TV ഷോസ് വിത്ത് അവർ ബ്യൂട്ടിഫുൾ ഹോസ്റ്റ് ഓൺ ചാറ്റ്സ്. അപ്പോൾ അവരിങ്ങനത്തെ ഓപ്ഷൻസും ലൈവ് TV ഷോസും അവരുടെ ബ്യൂട്ടിഫുൾ ഹോസ്റ്റൊക്കെ ഉണ്ടാവും ചാറ്റിൽ. അപ്പോൾ ഇതാണ് അവരുടെ ഇത് പറഞ്ഞിരിക്കുന്നത്, റെഫറൽ കോഡ് ഉപയോഗിച്ച് നമുക്ക് കാശുണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. നിങ്ങൾക്ക് കൂടുതൽ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. വേർഷനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡീറ്റെയിൽസ് അവരുടെ മിഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നമുക്കപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഭാരത് കി ദുഖാൻ, ഭാരതത്തിലെ കട എന്നുള്ള ഉദ്ദേശിച്ചാണ് അവർ ഇട്ടേക്കുന്നത്. ഹിന്ദി എന്ന ഭാഷ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ യുവർ മൊബൈൽ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ നൽകാം. അപ്പോൾ ഞാനൊരു എൻ്റെ മൊബൈൽ നമ്പർ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു OTP വയ്ക്കും. ഞാൻ ആദ്യമായി ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് റെഫറൽ കോഡ് ഇല്ലാതെ ലോഗിൻ ചെയ്യാൻ കഴിയില്ല. സുഹൃത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്ത Mall91 ലിങ്ക് ഇതാണ് പുള്ളിക്കാരൻ്റെ റെഫറൽ കോഡും ലിങ്കുമാണുള്ളത്. അപ്പം ഈ ആപ്പിൽ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു റെഫറൽ കോഡ് അത്യാവശ്യമാണ്. ആരുടെയെങ്കിലും റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അക്കൗണ്ട് ലഭിക്കുകയുള്ളൂ. അതൊരു ചെയിനാണ്. ആ ചെയിനിൽ നമ്മൾ ഭാഗമാകണമെങ്കിൽ മേളിലുള്ളൊരു ആൾ നമുക്ക് റെഫറൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ റെഫറൽ ID ഉണ്ട്. അത് നോക്കി പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഈ റെഫറൽ ID പേസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്ന് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. തെറ്റിപ്പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും അല്ലാത്തവർക്ക് ഇവിടെ കാണുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അപ്പം നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഈ ആപ്പിലേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് ഫോൺ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്ത് ലോഗിൻ ചെയ്യാം. OTPയും വാലിഡേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം റെഫറലില്ലാതെ നമ്മൾ ഒരിക്കലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യത്തുമില്ല, ഉപയോഗിക്കത്തുമില്ല. നമുക്ക് മാക്സിമം ലിങ്കിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടിയ ലിങ്കിൽ നിന്ന് തന്നെ ലോഗിൻ ചെയ്യുക, സൈൻ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എററൊന്നുമില്ലാതെ നമുക്ക് ഈ പ്രോസസ്സ്. ഹോം സ്ക്രീനാണ്. അപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് വാലറ്റും ഷോപ്പിങ്ങും പോയിൻറ്റ്സും എല്ലാം കാണാം. അപ്പോൾ വാലറ്റിൽ മണി വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. തൊട്ട് താഴെയായി നമുക്ക് റെഫറൽ കോഡ് കാണാം. അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഷെയർ കരോ എന്നുള്ള ഷെയറിൻ്റെ ചിഹ്നം അവിടെ കാണുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് മൈ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് മൈ നെറ്റ്വർക്ക് കാർഡ് എന്ന്. എനിക്കിവിടെ ഉള്ളത് 10 ആക്റ്റീവ് മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ലെവൽ 1ഉം 2ഉം 3യിലും ഒരു ബാർ ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ റീഫ്രഷിൻ്റെ ഒരു ബട്ടണുമുണ്ട്. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. 10 എന്നുള്ളത് എനിക്ക് 11 ആയിട്ടുണ്ട്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത പാടെ മൈ നെറ്റ്വർക്ക് എന്നുള്ളൊരു പുതിയൊരു പ്രൊഫൈൽ തുറന്നു വന്നിട്ടുണ്ട്. അവിടെയും ടോട്ടൽ 11 കാണിക്കാം, ലെവലിൽ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ യുവർ അപ്ലൈൻ മെമ്പർ, അതായത് എനിക്ക് റെഫർ ചെയ്ത ആരുടെയാണോ റെഫർ കോഡ് ഞാൻ യൂസ് ചെയ്തത് അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസുമാണ് അവിടെ ഉള്ളത്. തൊട്ട് താഴെ നമ്മുടെ റെഫർ കോഡ് അവിടെ കാണുന്നുണ്ട്. അത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ നെറ്റ്വർക്ക് ഏണിങ്ങും ഓർഡർ ഏണിങ്, നെറ്റ്വർക്ക് പ്രൊഡക്റ്റ് ഏണിങ് എന്ന് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ലെവൽ 1-ൽ 6 പേര് ആക്റ്റീവായിട്ടുണ്ട്. അതിൽ 30 രൂപ എനിക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പെർ മന്ത്. ലെവൽ 2 2 പേരും അതിന് 5 രൂപ എനിക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞു. ലെവൽ 3 ഒരാൾ ആക്റ്റീവായിട്ടുണ്ട്, എനിക്ക് ഒരു രൂപ 25 പൈസ എനിക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞു. ലെവൽ 4-ൽ 2 പേരും അതിൽ 2 രൂപ എനിക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 15 ലെവലോളം നമുക്കുണ്ട്. ഈ ലെവലിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പുറകോട്ട് പോകാം. പുറകിൽ താഴെയുള്ളത് വാലറ്റ് ബാലൻസും മന്ത്ലി ഇൻകവും ടോട്ടൽ വിഡ്രോയുമാണ്. അങ്ങനെ നമുക്കിപ്പോൾ എനിക്ക് 4.88 ആണ് വാലറ്റ് ബാലൻസിലുള്ളത്. എനിക്കത് പിൻവലിക്കാവുന്ന തുകയാണ് 4.88. അടുത്തായി കാണുന്നത് മന്ത്ലി ഇൻകമാണ് 38.25. എൻ്റെ റെഫറൽ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തവരും അവരുടെ റെഫറൽ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തവരുടെ എല്ലാം തുകയും കൂട്ടിയിട്ടാണ് എനിക്ക് മന്ത്ലി ഇൻകം കാണിക്കുക. മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ 30 ദിവസം കൊണ്ട് കിട്ടുന്നതാണ് ഇത്. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഒരിക്കൽ തുക തരുന്നതിന് പകരം മന്ത്ലി ഇൻകം ദിവസേന തരികയാണ്. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ശമ്പളം അന്നന്ന് തരുന്ന ഒരു സിസ്റ്റമാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് ടോട്ടൽ വിഡ്രോ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ല. അതിന് തൊട്ട് ശേഷം എവരി ഡേ ലക്കി സ്ക്രാച്ച് കാർഡ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഇന്ന് 20 ഏപ്രിൽ, ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ടില്ല. സ്ക്രാച്ച് ചെയ്ത് നോക്കാം. നമുക്കൊരു സ്ക്രാച്ച് കാർഡ് ഇവിടെ ദൃശ്യം വന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഇവിടെ എനിക്ക് 0.3 പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മേളിലൊരു ഓഫറും ക്യാഷ് ബാക്ക് ഓഫറിൻ്റെ വൗച്ചറും കിട്ടിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ എനിക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്ക്രാച്ച് കഴിഞ്ഞു. ഈ സ്ക്രാച്ച് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലോഗിനാണ്. ഇപ്പോൾ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ പോയാൽ രജിസ്റ്ററിൽ ഒപ്പ് വെക്കണം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് തമ്പ് ഇംപ്രഷൻ ആയിരിക്കാം. അതുപോലെ നമുക്കിവിടെ സ്ക്രാച്ച് കാർഡ്, എവരി ലക്കി സ്ക്രാച്ച് കാർഡ്സ്, നമുക്കൊരു ലക്കി ഓഫറും ഉണ്ട്. ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ ഇത് ഉപയോഗിക്കുന്നതാണ്. തൊട്ട് താഴെ വിൻ ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി എന്ന ഒരു ഇതുമുണ്ട്. അവിടെ നമുക്ക് ട്രൈ യുവർ ലക്ക്, നമുക്ക് ലക്ക് ചെക്ക് ചെയ്യാൻ അവിടെയും സാധിക്കുന്നതാണ്. താഴെ ഒരു ലോട്ടറി 91 എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതും നമുക്കൊരു ലക്കി ഓപ്ഷനാണ്. ഇതൊക്കെ ഈ ആപ്പിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാവുന്നത് നല്ലതാണ്. നമുക്ക് ആക്റ്റീവ്, ഈ ആപ്പിൽ ആക്റ്റീവ് ആണെന്ന് കമ്പനി അറിയിക്കുന്നതിനുള്ള ഓരോ നമുക്ക് ഓപ്ഷൻസാണ് ഇതൊക്കെ. അപ്പം ഇപ്പോൾ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിന്ന് ലഭിച്ചിരിക്കുന്നത് ഷോപ്പ് ഡിസ്കൗണ്ട്സ് ആണ്. ബ്ലൂടൂത്തിൻ്റെ ഓഫർ എനിക്കുണ്ട്. എനിക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ആവശ്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും 563 രൂപയുടെ സാധനം നമുക്ക് 241 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. നമ്മൾ ഹോമിൽ പോയാലാണ് ഇതൊക്കെ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഫൈലിലേക്ക് കിടക്കാം. ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ കൊടുക്കാം, നിക് നെയിം കൊടുക്കാവുന്നതാണ്. നിക് നെയിമിൻ്റെ താഴെ നമ്മുടെ ഫസ്റ്റ് നെയിമും അതിന് തൊട്ട് താഴെ സെക്കൻഡ് നെയിമും നൽകാവുന്നതാണ്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ജെൻഡറും നൽകേണ്ടതാണ്. അതിനുശേഷം പിൻകോഡിന് ശേഷം നമ്മുടെ സിറ്റീൻ്റെയും ഇതാണ് കൊടുക്കാവുന്നത്. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. കണ്ണൂർ എന്ന് ഞാൻ കൊടുത്തു. എൻ്റെ സിറ്റി ഇതിനകത്ത് ഓപ്ഷൻ കാണിക്കുന്നത് കണ്ണൂരാണ്. തൊട്ട് താഴെ നമ്മുടെ ഒക്യുപ്പേഷൻ എന്താണെന്ന് കാണിക്കാം. നമുക്ക് സ്റ്റുഡൻ്റ് ആണോ, വർക്കിംഗ് പ്രൊഫഷണലാണോ, സീനിയർ മാനേജ്മെൻറ്റ്, ബിസിനസ്മാൻ, അൺഎംപ്ലോയ്ഡ് എന്ത് വേണമെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ്. അവരോരോ താല്പര്യപ്രകാരം കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കാണാനുള്ളത് വാലറ്റ് ഏണിംഗ് ആണ്. നമുക്കപ്പോൾ വാലറ്റിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം എങ്ങനെ ഏണിംഗ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏണിംഗ് ഉണ്ടാക്കിയത് കാണുന്നതിന് വേണ്ടിയാണുള്ള ഏണിംഗ് ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ വാലറ്റിൽ എനിക്ക് 4.91 എന്നുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ പേ ബിൽ എന്നുള്ള ഓപ്ഷനുണ്ട്, വിഡ്രോവൽ എന്നുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ വാലറ്റിൽ ലഭിച്ചിരിക്കുന്ന തുക കൊണ്ട് നമുക്ക് പേ ബില്ല്, അതായത് ഫോൺ റീചാർജ് ചെയ്യുന്നതിനും വെള്ളത്തിൻ്റെ ബില്ല് അടയ്ക്കുന്നതിനും കറണ്ടിൻ്റെയും പിന്നെ DTHൻ്റെ ഒക്കെ ബില്ല് അടയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിഡ്രോ നമുക്ക് ചെയ്യാം. വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അതിനുമുമ്പ് ഏണിംഗ് ഹിസ്റ്ററീസ് നമുക്ക് കാണാം. എനിക്ക് ദിവസവും ലഭിക്കുന്ന ഏണിംഗ് ആണ് ഇത്. ഓരോ വ്യക്തികളിൽ നിന്നും കിട്ടുന്നതാണ്. 0.03യും 0.86ഉം ഒക്കെ കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് ആക്ടിവിറ്റി, അതായത് നമ്മുടെ നെറ്റ്വർക്കിൽ ആൾക്കാർക്ക് ജോയിൻ ചെയ്യുന്നതും അവരെത്രമാത്രം ആക്റ്റീവ് ആണെന്നുള്ളതും വെച്ചാണ് നമുക്ക് ദിവസം ഏണിങ്സ് കിട്ടുന്നത്.
അപ്പം ഇത് നിങ്ങൾ ശക്തമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളമായി പണം ലഭിക്കുന്നതാണ്. അതിൻ്റെ ട്രീയെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിഡ്രോവൽസിനെ കുറിച്ച് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വിഡ്രോസ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് വാലറ്റ് മണി ട്രാൻസ്ഫർ ആണ്. അപ്പോൾ വിഡ്രോ വിത്തൗട്ട് KYC ആണെങ്കിൽ നമുക്ക് 20% നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ആസ് പെർ ദ ടാക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫീസാണ് 20% നമ്മൾ വിഡ്രോ ചെയ്യുന്നതിൽ നിന്ന് പിടിക്കുന്നത്. അതായത് KYC അപ്ഡേറ്റ് ചെയ്ത ഒരാൾക്കാണെങ്കിൽ അത് 5% മാത്രമായിരിക്കും ഇൻകം ടാക്സിലേക്ക് അടയ്ക്കേണ്ട തുക. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണുന്നതിന് വേണ്ടി വിഡ്രോസ് വിത്തൗട്ട് KYC, തൽക്കാലം നമുക്ക് KYC ചെയ്തിട്ടില്ല, KYC ചെയ്ത് കാണാം. യുവർ വാലറ്റ് ബാലൻസ് ഈസ് 4.91 എന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എമൗണ്ട് അടിക്കാൻ പറയുന്നുണ്ട്. നമുക്ക് എമൗണ്ട് അടിക്കാം. അതിനുശേഷം നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെ, പല ആപ്പുകളിലും ഏണിങ്സ് നമുക്ക് വാലറ്റിൽ ലഭിക്കുന്നതാണ്. പക്ഷേ അവർ വിഡ്രോവലിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യാറുണ്ട്. പല ആപ്പുകളും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ ആപ്പിൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. പേടിഎം, മിക്കവാറും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നമുക്ക് പേടിഎം ഉണ്ട്. വളരെ സിമ്പിളാണ് പേടിഎമ്മിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ പേടിഎം നമുക്ക് യൂസ് ചെയ്യാം, വളരെ ഈസിയാണ്. അതിന് നമ്മൾ റീചാർജ് ചെയ്യാനും ഫോൺ റീചാർജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിന് തൊട്ട് ശേഷം UPI, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റാണ് UPI കോഡ്. അതായത് ഏത് ബാങ്കിൽ നിന്നും ഏത് ബാങ്കിലേക്കും നമുക്ക് ഒരു മുടക്കമില്ലാതെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ UPI ഉപയോഗിച്ച് നമ്മുടെ UPI ID വെച്ച് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കൊരു ബാങ്കിലേക്ക് സെൻഡ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ബിൽ 91 എന്നുള്ള ഓപ്ഷൻ വെച്ച് നമുക്ക് റീചാർജ് ചെയ്യാം, DTH റീചാർജ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടിരുന്നു വാലറ്റിൻ്റെ അവിടെ. അതിന് തൊട്ട് താഴെ ഗോൾഡ് 91 എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് വെർച്വൽ ഗോൾഡ് വാങ്ങുവാൻ വേണ്ടി, അതായത് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഗോൾഡ് ഡിജിറ്റലി വാങ്ങി ഇവരുടെ ഇതിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം മാൾ 91 എന്ന ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ, ഫ്ലിപ്കാർട്ടും ആമസോണും പോലെ തന്നെ ഒരു വലിയ സ്റ്റോറേജാണ് ഇവരുടെ കയ്യിലുമുള്ളത്. ധാരാളമായി സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ക്രെഡിറ്റ് പോയിൻറ്റ്സും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം മാൾ 91. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പിംഗ് മാളാണിത്. ഇവിടെ നമുക്ക് പലതരം ഹെഡ്സെറ്റുകൾ, ഇയർപോഡ്സ്, സൗണ്ട് സ്റ്റീരിയോ, വയർലെസ് സ്പെയർസ്, നമുക്ക് വേണ്ട പല സാധനങ്ങളും ആമസോണും ഫ്ലിപ്കാർട്ടിനെ പോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ്സും പോയിൻറ്റ്സും കിട്ടും. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഷോപ്പിംഗ് ആൻഡ് ഗെയിംസ് എന്നുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇവർ തരുന്നുണ്ട്. അത് ഇവർക്ക് റെഡിയായി വരുന്നതേ ഉള്ളൂ. അതിനുശേഷം TV ഷോപ്പിംഗ്സ്, പല പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവരുടെ മാൾ 91 എന്നുള്ളതിൻ്റെ പ്രത്യേകത. നമുക്കിനി കാണാം ഇവരുടെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്സ്. പ്ലേ സ്റ്റോറിനെ പോലെ തന്നെ ആപ്പ് സ്റ്റോർ ഇവർക്കുണ്ട്. പല ആപ്സ്, ബിൽ പേയ്മെൻറ്റ്സ് ആപ്സുകളും ഇവിടെയുണ്ട്. നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ്. വാൾ 91 ഇത് ഇവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലെ നമുക്ക് ഓരോ വീഡിയോസ്, ഫോട്ടോസ്, സ്റ്റാറ്റസ്, ഷോപ്പിംഗ് സ്റ്റാറ്റസ് എല്ലാം നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കിവിടെ ആവശ്യമനുസരണം കാണുവാനും പോസ്റ്റ് ചെയ്യുവാനും നമ്മുടെ സോഷ്യൽ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ നമ്മുടെ മെയിൻ ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കാണേണ്ടത് മൈ നെറ്റ്വർക്കാണ്. നമ്മുടെ നെറ്റ്വർക്കാണ് നമുക്ക് കൂടുതൽ ഇൻകം തരാൻ പോകുന്നത്. ലെവൽ 1 എനിക്ക് 6 ആൾക്കാരാണുള്ളത്. അപ്പോൾ ലെവൽ 1 ഒരു എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പം ഇതാണ് ലെവൽസ്. അപ്പോൾ നമുക്ക് ലെവൽ 1 to 15 ആണുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ആപ്പ് ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടീം വർക്കാണ്. അപ്പം നമ്മളൊരു ആൾക്ക് റെഫർ ചെയ്യുന്നത് അത് ലെവൽ 1 പെടുക. നമ്മുടെ ഇന്ന് റെഫറൽ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ ഈ 2 പേരായിരിക്കും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, 2 പേരുടെ വെച്ച് എത്ര പേര് വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്ന് റെഫറൽ വാങ്ങി ലോഗിൻ ചെയ്യുന്നവരാണ് ലെവൽ 1 വരുന്നത്. അവരിൽ നിന്ന് റെഫറൽ വാങ്ങി ലോഗിൻ ചെയ്യുന്നവർ ലെവൽ 2 വരും. അപ്പം നമ്മുടെ റെഫറൽ വാങ്ങി ഒരു ലോഗിൻ ചെയ്ത ആൾ ലെവൽ 1 അവരുടെ കയ്യിൽ നിന്ന് റെഫറൽ വാങ്ങി ലോഗിൻ ചെയ്യുന്ന ആൾ ലെവൽ 2 ലെവൽ 2 ലോഗിൻ ചെയ്യുന്നവർ ലെവൽ 3 എത്തുക.
ലെവൽ 3 നിന്ന് ലോഗിൻ റെഫറൽ വാങ്ങി ലോഗിൻ ചെയ്യുന്നവർ ലെവൽ 4ലും അവിടെ നിന്ന് അങ്ങനെ 15 ലെവൽ വരെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു ഹൈറാർക്കി സിസ്റ്റമാണ്. അപ്പോൾ ഏതൊരു MNC കമ്പനിയിൽ നോക്കിയാലും അവിടെ മാനേജർമാരുണ്ടാവും, അവരുടെ കീഴിൽ ഒരു മാനേജർമാരുണ്ടാവും. അപ്പോൾ ഒരു മാനേജർ അവരുടെ നിർദ്ദേശങ്ങൾ തൊട്ട് താഴെയുള്ള മാനേജർമാർക്ക് ഏൽപ്പിക്കും. അപ്പോൾ അവരുടെ താഴെയുള്ള എംപ്ലോയീസിൻ്റെ നിർദ്ദേശങ്ങൾ നൽകും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെ ലെവൽ 1, 2, 3, 4. അപ്പോൾ ഓരോരുത്തരുടെയും മേളിൽ ഒരാളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ അയാളുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അയാളെ എന്നും റിമൈൻഡ് ചെയ്യാം, നിങ്ങൾ എന്നും സ്ക്രാച്ച് ചെയ്തോ, നിങ്ങൾ ആക്റ്റീവായിട്ട് ഈ ആപ്പിലുണ്ടോ, അല്ലെങ്കിൽ എന്നും ഡെയിലി സ്ക്രാച്ച് ചെയ്യാൻ റിമൈൻഡ് ചെയ്യുക. അവരുടെ താഴെയുള്ള ആൾക്കാരോട് റിമൈൻഡ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുക. അവരുടെ താഴോട്ട് ഇത് പറയുവാൻ വേണ്ടി നമ്മൾ അവരോട് പറയുക. അപ്പോൾ ഡെയിലി സ്ക്രാച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ ഏണിങ്സ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ താഴെയുള്ള ലെവലിലുള്ള ആൾക്കാരും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പം നമുക്ക് ലെവൽ 1 നമുക്ക് എത്രമാത്രം ആൾക്കാരുണ്ടോ അതിൽ നമുക്ക് മന്ത്ലി ഇൻകം ആയിട്ട് കിട്ടുന്നത് 5 റുപ്പീസാണ്. അപ്പം ലെവൽ 2 നമുക്ക് 2.5 കിട്ടും. അങ്ങനെയാണുള്ള ചാർട്ടാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലെവൽ 1 ഒരു 1000 പേരുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 2 ഒരു ആൾക്കാർ ആ ലെവൽ 2 വരുമ്പോൾ അവിടെ നമുക്ക് കിട്ടും. വീണ്ടും നമുക്ക് ഇരട്ടിക്കുകയാണ്. കാരണം നമ്മുടെ 1000 പേര് നമ്മുടെ ലെവൽ 1 ആ 1000 പേർക്കും ഇതേപോലെ റെഫറലും അവരും ഇതേപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കിട്ടും ഇതേപോലെ 1000 പേരൊക്കെ. അപ്പോൾ 1000 × 1000 അല്ലെങ്കിൽ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു 10 പേരെ നമ്മുടെ ലെവൽ 1 അവർക്കും ഒരു 10 പേരെ കിട്ടിയെന്ന് വെച്ചാൽ ലെവൽ 2 അപ്പോൾ വീണ്ടും 10, ആ ലെവൽ 2 അവർക്കും ഒരു 10 പേരെ കിട്ടി. അങ്ങനെ പോകുമ്പോൾ കുറേ അധികം ഉണ്ടായിരിക്കും. താഴോട്ടേക്ക് ലെവലിലേക്ക് പോകുമ്പോൾ ചെറിയ പൈസ നമുക്ക് ലഭിക്കുന്നുള്ളതെങ്കിലും പക്ഷെ ആൾക്കാരുടെ എണ്ണം നമുക്ക് കൂടും. അതാണ് ഇതിൻ്റെ മെയിൻ തിക്ക്. അപ്പം നമ്മൾ ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ കഴിയും. ഇതൊരു ഹൈറാർക്കി സിസ്റ്റം. നമ്മുടെ ഒരു വീട്ടിലെ കാരണമോ ഗ്രാൻഡ് ഫാദർ, അതിൻ്റെ മകൻ, അതിൻ്റെതായ കൊച്ചുമകൻ, അങ്ങനെ പോകുന്ന പോലെ തന്നെയാണ് ഇതിലും. അപ്പം നമ്മൾ ഈ സിസ്റ്റം മനസ്സിലാക്കി വേണം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഡെയിലി സ്ക്രാച്ച് ചെയ്യാൻ മറക്കരുത്. ബാക്കിയുള്ളവരോട് സ്ക്രാച്ച് ചെയ്യാൻ ഉറപ്പെടുത്തുക. അവരോട് ഒരു ദിവസം എന്തായാലും സ്ക്രാച്ച് ചെയ്യണം. അതാണ് നമ്മുടെ ലോഗിൻ, അതാണ് നമ്മുടെ അറ്റൻഡൻസ് പോലെ ഇവർ കണക്കാക്കുന്നത്. അപ്പം നമ്മൾ എന്നും സ്ക്രാച്ച് ചെയ്യുക, അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. സക്സസ് സ്റ്റോറീസ് ആണ് ഒരു സ്ക്രീൻഷോട്ട്. ഇത് ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ ലെവൽസ് നമുക്ക് നോക്കിയാൽ കാണാം. പുള്ളിയുടെ ലെവൽ 10 ഹയർ ആയിട്ട് നിൽക്കുന്നത്. ആ പുള്ളിക്ക് ഇപ്പോൾ ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് 3.4 ലക്ഷത്തിൽ പല ആൾക്കാരുണ്ട്. 10,000 സംതിങ് പൈസയും വാലറ്റ് ബാലൻസിലുണ്ട്. മന്ത്ലി ഇൻകം ആയിട്ട് 1.5 ലക്ഷത്തിനടുത്ത് തുകയുണ്ട്. വിഡ്രോ ഓൾറെഡി 1.5 ലക്ഷം കവിഞ്ഞു. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ ലെവൽസ് ക്രിയേറ്റ്, അതായത് നമ്മുടെ നെറ്റ്വർക്ക് എത്രമാത്രം ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമുക്ക് വേറൊരു സ്ക്രീൻഷോട്ട് കാണാം. ഇത് വിഡ്രോവൽ കിട്ടിയ ആൾക്കാരാണ്. അപ്പം ഇത് ഏൺ ചെയ്ത ലിസ്റ്റാണ്. പല തുകകളായിട്ട് 2000, 4000, 600 അങ്ങനെ പല ഓരോ ദിവസവും വിഡ്രോ നമുക്ക്, അതായത് വിഡ്രോ അല്ല പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിഡ്രോ ചെയ്ത ഒരാളുടെ ഒരു ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇതാണ് നമ്മൾ കാണുന്നത്. Mall91 പേയ്മെൻറ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തന്ന 45,000 രൂപയുടെ ഒരു ഇത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണെന്നും ഈ ആപ്പ് നമുക്ക് ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്ന് എത്രമാത്രം ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഓരോരുത്തരും ഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യക്കാർക്ക് വേണ്ടിയുള്ള റെഫറൽ കോഡ് ഞാൻ എൻ്റെ യൂട്യൂബിലെ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് റെഫറൽ കോഡ്. ഒരു റെഫറൽ കോഡ് ഇല്ലാതെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഞാനിവിടെ ഇടുന്ന ഡിസ്ക്രിപ്ഷനിൽ നിന്നുള്ള റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ വേറൊരു സുഹൃത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെയോ ഏതെങ്കിലും മാധ്യമത്തിൽ കൂടെ ഷെയർ ചെയ്ത് തന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഉടൻ നിങ്ങൾ ആരംഭിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു അത്രമാത്രം നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാൻ കഴിയും. മന്ത്ലി ഇൻകം അത് ദിവസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്ന രീതിയാണ് ഈ കമ്പനി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ കഴിവാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും നമ്മൾ യൂസ് ചെയ്യുക. അവരോട് എന്നും സ്ക്രാച്ച് ചെയ്യാൻ പറയുക. സ്ക്രാച്ചാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്ത് ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ